ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വീണ്ടും ഒരു നോമ്പ് വിചാരകാലത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. വീണ്ടും ഒരു നോമ്പുകാലം എത്തി എന്നൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോൾ ആദ്യം വരുന്നൊരു ചിന്ത, ഈ നോമ്പും അനുഷ്ഠാനങ്ങളിലൊക്കെ വല്ല കാര്യവുമുണ്ടോ എന്നതാണ്. ഇത്തരം റൈറ്റ്സ് ആൻഡ് റിച്വൽസിൻ്റെ കാലം കഴിഞ്ഞില്ലേ എന്നും ഇഷ്ടമുള്ളവ ഉപേക്ഷിച്ചും ഉപവാസം എടുത്തുമൊക്കെ എന്തിനാണ് ദൈവത്തെ പ്രീതിപ്പെടുത്തേണ്ട ആവശ്യമെന്നും ചിന്തിച്ചു പോകുന്നു. സത്യത്തിൽ ദൈവത്തെ പ്രീതിപ്പെടുത്തുക എന്നതിനേക്കാൾ ഉപരിയായി മാറ്റം വരേണ്ടത് നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുവാനും ഒരു രൂപാന്തരം പ്രാപിക്കുവാനും വേണ്ടിയാണ്. നമ്മുടെ തന്നെ മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ളതായിരിക്കണം ഓരോ നോമ്പുകാലവും. പുറമേയുള്ള മനുഷ്യനെ നിയന്ത്രിച്ചു നിർത്തി എൻ്റെ അകമേയുള്ള മനുഷ്യൻ ദൈവത്തോട് ചേർന്ന് യോജിക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിച്ചു നോക്കണം. നിങ്ങൾ നോമ്പ് നോൽക്കുന്നു, ഉപവസിക്കുന്നു, അല്ലെങ്കിൽ യമപ്രാർത്ഥനകൾ നടത്തിയതുകൊണ്ട് നമുക്ക് സംഭവിക്കുന്നത് നിങ്ങളുടെ പുറമേയുള്ള മനുഷ്യനെ നിയന്ത്രണമുണ്ടായി എന്നുള്ളതാണ്. എന്നാൽ എൻ്റെ അകമേയുള്ള മനുഷ്യൻ ദൈവത്തോട് യോജിക്കുന്നില്ല എങ്കിൽ ഈ നിയന്ത്രണം അങ്ങനെ നിലനിൽക്കുകയും എൻ്റെ ആത്മാവ് വളർച്ചയില്ലാതിരിക്കുകയും ചെയ്യും. ഞാൻ എൻ്റെ ചുണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ആത്മാവും മനസ്സും ദൈവത്തോട് ചേരണം. നമ്മെ തന്നെ ഒരു രൂപാന്തരം വരുത്തി ദൈവത്തോട് ചേർന്നിരിക്കുവാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു നോമ്പുകാലമായി നമുക്കേവർക്കും തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.